ഒരമ്മയുടെ സ്നേഹത്തോടു കൂടിയ ആലിംഗനത്തിൻ്റെ മുമ്പിൽ തകർന്നു വീഴാത്ത പ്രശ്നങ്ങളില്ല, ആകുലതകളില്ല, സങ്കടങ്ങളില്ല. ഈ ഒരു ആലിംഗനം, ഈ ഒരു ചുംബനം ആരോ നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു ഉറപ്പ് നൽകുകയാണ്. ആരോ അല്ല, മറിച്ച് പരിശുദ്ധ അമ്മയും അമ്മയുടെ പ്രിയപ്പെട്ട മകനായ ഈശോയും. അതേ പ്രിയമുള്ളവരെ, നമ്മെ ഓരോരുത്തരെയും ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് മൂർധാവിൽ ഒരു ചുംബനം നൽകാൻ ഒരുപാട് നാളായി ആഗ്രഹിച്ച് നമ്മുടെ കൂടെ നടക്കുന്ന ഒരാത്മീയ സാന്നിധ്യത്തിൻ്റെ പേരാണ് സ്പെയിനിലെ ഗാരബാൻഡിൽ പ്രത്യക്ഷപ്പെട്ട നമ്മുടെ പരിശുദ്ധ അമ്മ. അമ്മയോട് ചേർന്ന് നിൽക്കാം. പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ആകുലതകളും സങ്കടങ്ങളും ഒക്കെ ആ അമ്മയുടെ മുമ്പിലേക്ക് സമർപ്പിക്കാൻ. അമ്മ അന്ന് ആ കുട്ടികളോട് പറഞ്ഞ കാര്യമില്ലേ, എൻ്റെ ചുംബനം സ്വീകരിച്ച വസ്തുക്കളുടെ സാന്നിധ്യം എൻ്റെ മകന് വലിയ അത്ഭുതം പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യതയായി മാറുമെന്ന്. അതേ പ്രിയമുള്ളവരെ, വസ്തുക്കളിലോ സ്ഥലങ്ങളിലോ ഒന്നുമല്ല നമുക്ക് ചുംബനം ആവശ്യം. അത് നമ്മുടെ ചങ്കിലാവട്ടെ. അമ്മയുടെ ചുംബനം ചങ്കിൽ സ്വീകരിച്ച് പുത്രന് വലിയൊരു അത്ഭുതം പ്രവർത്തിക്കാനുള്ള ഒരിടമാക്കി നമ്മുടെ ചങ്കിനെ നമുക്ക് രൂപാന്തരപ്പെടുത്താം. കരങ്ങൾ കൂപ്പാം, കണ്ണുകളടക്കാം, പ്രാർത്ഥിക്കാൻ. നമുക്ക് ഒറ്റപ്പെടലിൻ്റെയും മാറ്റി നിർത്തലിൻ്റെയും ഒരുപാട് നൊമ്പരങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയമുള്ളവരെ, ആരൊക്കെ നിന്നെ വിട്ടുപേക്ഷിച്ചാലും വിട്ടുപിരിയാത്ത സാന്നിധ്യമായി കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിയതാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം. അമ്മയിലൂടെ പുത്രനോട് ചേർന്ന് നിന്ന് ആ അമ്മയും പുത്രനും നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, ആരൊക്കെ നിന്നെ വിട്ടുകളഞ്ഞാലും ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുകളയത്തില്ല. വിട്ടുപിരിയാത്ത സാന്നിധ്യമായി കൂടെ നിൽക്കുന്ന ആ ദൈവീക സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.